ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇതാണ് ടോക്കിയോ ബേബി. ഇത് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ പെറ്റാണ്. പക്ഷേ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. ടോക്കിയോ ബേബി മരിച്ചുപോയി ഗൈസ്. കണ്ടില്ലേ കിടക്കണത്, വാഴത്തണ്ട് വെട്ടിയിട്ട പോലെ. ഭയങ്കര പാവമായിരുന്നു ടോക്കിയോ ബേബി. ഈ തൊട്ടാവാഴയുടെ പൂവാണ് ടോക്കിയോയുടെ നെഞ്ചത്ത് വെക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നത്. കാരണം രാത്രിയിൽ കുഴിച്ചിടാൻ നേരത്ത് ആകെ ഇതേ കിട്ടിയുള്ളൂ. ഞങ്ങളൊരു സ്ഥലം സെറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് കുഴിയിൽ നിന്നൊരു ഷഡ്ഡി, ഏതോ ഒരു അപരിചിതൻ്റെ ഷഡ്ഡി വരെ കിട്ടി ഗൈസ്, ഏതോ ജാമ്പവാൻ്റെ കാലത്തെ. എന്നിട്ടും ഇവന് ഡെഡിക്കേഷൻ നോക്കണേ. ഇതാണ് ഓണറുടെ ടോക്കിയോ ബേബിയുടെ. വളരെ വിഷമത്തോടെയാണ് ഞങ്ങൾ ടോക്കിയോ ബേബി അടക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു മരണ വ്ളോഗ് യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇത് ആദ്യത്തെ വ്ളോഗാണ് എൻ്റെ ഇത്ര സാഡായിട്ടുള്ളൊരു വ്ളോഗ്. അല്ലെങ്കിൽ സന്തോഷം മാത്രം നമ്മളെപ്പോഴും വ്ളോഗിൽ കാണിച്ചാൽ പോരല്ലോ, കുറച്ചൊക്കെ സങ്കടങ്ങൾ വേണ്ടേ. ആകെ എൻ്റെ വ്ളോഗ് 10 പേരെ കാണുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ലൈക്ക് അടിക്കാറില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ലൈക്ക് അടിച്ചു പോലും നിങ്ങൾ ആരും എൻ്റെ വീഡിയോയിലോ ഒരു തരി പോലും വിഷമിപ്പിക്കാറില്ലല്ലോ. അങ്ങനെ നമ്മളിതിങ്ങനെ കുഴിച്ച് പൊക്കോണ്ടിരിക്കണം. എൻ്റെ മുഖത്തെ വിഷമം കണ്ടില്ല. കാരണം ഒരു ശവം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് പാതിരാത്രിയിൽ ഗൈസ്. കാലേ പറ്റിയില്ല, ചെരുപ്പിലേ പറ്റുള്ളൂ ഗൈസ്. അടുക്കുന്നതിന് മുന്നേ കാലിൽ അപ്പി പറ്റി. അതെ, കാലിൽ അപ്പി പറ്റി. ചാണകമായിരുന്നു ഗൈസ് അത്. അങ്ങനെ ഞങ്ങൾ ടോക്കിയോ ബേബിയെ കുഴിക്കകത്തിട്ടു, മണ്ണിട്ടു. ഞങ്ങളെല്ലാവരും മണ്ണിട്ടു. ഈ പുള്ളി നിന്ന് ചിരിക്കുകയാണ്. ഒരു ശവടൊക്കെ കണ്ടിട്ട് ചിരിക്കാൻ. ഹൗ ക്രൂവൽ ഹി ഈസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ടോക്കിയോയുടെ ഓണർ വീണ്ടും മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിക്കോസ് ഹീ സോ സാഡ്. ഇതാണ് വക്രിയാണെങ്കിൽ അതിനെ കുഴിച്ചിട്ടിട്ടും അതിൻ്റെ മുകളിലൊരു കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ നമ്മുടെ ടോക്കിയോയുടെ ഓണറിനെ സമാധാനിപ്പിച്ചു. ഞാൻ കൊണ്ടുവന്ന പൂ അതിനെ നെഞ്ചത്തോട്ട് വെച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 10 മിനിറ്റല്ല 10 സെക്കൻഡ് ടോക്കിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ നെഞ്ചത്തോട്ട് വേറെ ഏതാണ്ടും കൂടെ കൊണ്ടിട്ടിട്ട് ആദർശേട്ടൻ പോയി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ബൈ പറഞ്ഞ് വീട്ടിൽ പോയി. ബൈ.